എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പലയിടത്തും വെള്ളം കയറി കിടക്കുകയാണ്. പലരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പൈസയുടെ രീതിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്തു കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ടി നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല. എങ്കിലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ. അപ്പോൾ ടെക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഔസം പോപ്പപ്പ് വീഡിയോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതൊരു പെർമിഷൻ ചോദിക്കും, അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഒരു സെർച്ച് ബട്ടണുണ്ട്. അത് ടച്ച് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ അതിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ വീഡിയോസ് ഇതിലേക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓപ്പണായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്പ് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോ നമ്മൾ ഇവിടെ എന്തെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഞാൻ ഇപ്പം ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. എന്തെടുത്ത് കഴിഞ്ഞാലും ഈ വീഡിയോ അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ എഡ്ജിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. നമുക്കിത് എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പോകില്ല, അവിടെ തന്നെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. സൗണ്ടും പ്ലേ ആവും. ഞാൻ ഇപ്പോൾ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് പോസ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ഇത് വലുതാക്കണമെങ്കിൽ അതിനുള്ള ബട്ടണും ഉണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസിൻ്റെ ഒരു ബട്ടണുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ബുദ്ധിമുട്ടുന്നവരെ നിങ്ങൾ മാക്സിമം സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.